ഞങ്ങൾ 18 വർഷം ഞങ്ങൾ വാടകയ്ക്ക് കിടന്നിട്ട് കിട്ടിയ വീടാണ് ഇത്. ഗവൺമെന്റ് രാത്രി ഭയങ്കര മഴയായിരുന്നു. രാത്രി 12:30 ആയപ്പോ പൊടപൊടാന്ന് സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോ അന്നേരം ഈ അടുത്ത വീട്ടിൽ ആ കുഞ്ഞുമാണെന്ന് പറഞ്ഞ ആള് വന്ന് ഞങ്ങളെ വിളിച്ചു ചോദിച്ചപ്പോ വന്ന് ഇരത്തേക്ക് വന്നൊരു കാര്യം കാണിച്ചു തന്നു പറഞ്ഞു. നോക്കിപ്പോ എല്ലാം ഇരത്തേക്ക് ഇടിച്ചു കിടക്കുന്ന കണ്ടത്. കോടിക്കണക്കിന് രൂപ മുടക്കി നാം നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ 5-6 വർഷം കഴിയുമ്പോൾ ആ പദ്ധതിയുടെ അവസ്ഥ ഇതാണ്. പൊട്ടിപ്പൊളിഞ്ഞുപോയ ഫ്ലൈവുഡ് കഷ്ണങ്ങളാണിത്. ഇത് വെച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ആരാണ് ഉത്തരവാദിത്തം പറയുക? 12 ലക്ഷം രൂപ കൊടുത്ത് പണിതാന്നാ പറഞ്ഞത്. അത് 42 വീട്ടുകാർക്ക്. ഈ നല്ല കെട്ടിടം കൊണ്ട് പണിതാ. ഇപ്പൊ മരുന്ന് നടക്കുമ്പോൾ മേസയ്ക്ക് ചാടുവാണ്. ആൾക്കാർ പേടിച്ചിട്ട് ഇവിടെ കിടക്കണില്ല. അത് കോടിക്കണക്കിന് രൂപ സാധാരണക്കാരുടെ പൊതുഖജനാവിൽ നിന്നും മുടക്കി നിർമ്മാണം പൂർത്തീകരിച്ച പദ്ധതി 6-7 വർഷം കഴിയുമ്പോൾ നാം വികസനം എന്ന് പറഞ്ഞ് നടപ്പിലാക്കുന്ന പദ്ധതികളുടെ അവസ്ഥയാണിത്. ഒന്നല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞു പോവുക, അല്ലെങ്കിൽ പുതിയ നിർമ്മാണം ആരംഭിക്കുക. പരിശോധിക്കപ്പെടണം. ഗൗരവമായിട്ടുള്ള അന്വേഷണം നടത്തപ്പെടേണ്ടതുണ്ട്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണം പൂർത്തീകരിക്കണം. ഇവിടെ വരുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്ക് വരവോക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു ഓട്ടോറിക്ഷ വിളിക്കണമെങ്കിൽ ചില ഓട്ടോറിക്ഷക്കാരിൽ 10 പേരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ 15ാമത്തെ ആളെ വരുള്ളൂ. 10 പേര് വരില്ല. അത് യാദൃശ്യമായിട്ട് വന്നെങ്കിൽ വരും. പിന്നെ ആശുപത്രി പോകണമെങ്കിൽ ഗവൺമെന്റ് ആശുപത്രി പോകണമെങ്കിൽ 500 രൂപ മുടക്കാം. റോഡില്ല, ഞെരുങ്ങിപ്പോയി, റോഡുമില്ല. കുടിവെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട്. കുടിവെള്ളം തൊട്ടപ്പുറത്ത് അമ്മത്തഞ്ചേട്ടൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ വീട്ടിലാണ് പോയി വെള്ളം കോരണം. ഇവിടെ കുറ്റം ചെയ്തവരെ കൃത്യമായി ശിക്ഷിക്കപ്പെടണം. 45-ലധികം കുടുംബങ്ങൾക്ക് താമസിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചത്. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ നിർമ്മാണം പൂർത്തീകരിച്ചത്?